വേൾഡ് കപ്പ് ഫൈനൽ മത്സരം, ഫുട്ബോൾ മത്സരം ഇന്ന് നടക്കുകയാണ്. കാതങ്ങൾക്കപ്പുറേ നടക്കുന്ന ആ മത്സരത്തിൽ അതിൻ്റെ ഓളങ്ങൾ കേരളത്തിൽ ആകെ അലയടിക്കുകയാണ്. എന്നോടൊപ്പം തന്നെ അർജൻറ്റീനയുടെ കട്ട ഫാനായിട്ടും മുൻ മന്ത്രിയും ബേപ്പൂർ MLA മായിട്ടുള്ള PA മുഹമ്മദ് റിയാസ് ചേരുന്നുണ്ട്. കൊമറേഡ് വാമൂസ് അർജന്റീന. ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും? ഇന്നത്തെ കളി സ്പെയിൻ മികച്ച ടീമാണ്, പക്ഷേ അർജന്റീന ജയിക്കും. ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ധൈര്യമാണ് അർജന്റീനയെ നയിക്കുന്നത്. ആ ധൈര്യത്തിൻ്റെ പേരാണ് മെസ്സി. തീർച്ചയായിട്ടും അർജന്റീന വിജയിക്കും. യമാലിൻ്റെ ഒരു പ്രായക്കുറവ്, അതോടൊപ്പം തന്നെ മെസ്സിയുടെ ഒരു വശത്ത് മെസ്സിയുടെ ഒരു പരിചയ സമ്പത്ത്, അതും രണ്ടും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. അല്ല, അങ്ങനെ ആരെങ്കിലും ചെറുതാക്കാനോ ഏതെങ്കിലും പ്ലെയറെ ചെറുതാക്കാനോ ഏതെങ്കിലും ടീമിനെ ചെറുതാക്കാനോ താല്പര്യമില്ല. സ്പെയിൻ മികച്ച ടീമാണ്. യമാൽ ഉൾപ്പെടെ മികച്ച താരങ്ങൾ സ്പെയിനിലുണ്ട്. അർജന്റീന മികച്ച ടീമാണ്. അർജന്റീന മികച്ച ടീമാണെന്ന് പറയുമ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ അർജന്റീന അതിൻ്റെ നമ്പർ 1 ആണെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യം സ്പെയിൻ ഗോളടിച്ചാലും അർജന്റീന ജയിക്കും. ആദ്യം അർജന്റീന ഗോളടിച്ചാലും അർജന്റീന ജയിക്കും. അർജന്റീന ഗോൾ വാങ്ങി ജയിച്ച അനുഭവം, വളരെ കൂളായി അവസാനത്തെ 10-12 മിനിറ്റിൽ ഗോളടിച്ച് ജയിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. അതൊരു കോൺഫിഡൻസാണ്, ഒരു ആത്മവിശ്വാസമാണ്, ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിന് പേരാണ് മെസ്സി. അർജന്റീനയ്ക്ക് എതിരാളി ഇന്ന് സ്പെയിൻ മാത്രമല്ല, ഈ സാമ്പാർ മുന്നണികളെല്ലാം ചേർന്നിട്ടുണ്ടല്ല. അത് പ്രശ്നമില്ല. പക്ഷെ അവരൊക്കെ മനസ്സുകൊണ്ട് മെസ്സിയെ ഇഷ്ടപ്പെടുന്നു, മെസ്സിയുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു, അർജന്റീന ഇഷ്ടപ്പെടുന്നു. മെസ്സിയുടെ ആ ക്രോസൊക്കെ നോക്കൂ നിങ്ങൾ. തലയിലേക്ക് വരും, വെറുതെ ഹെഡ് ചാടി കുത്തേണ്ട ആവശ്യമില്ല. തലയിലേക്ക് അളന്നിട്ടുള്ള ക്രോസ്, കാലിലേക്ക് അളന്നുള്ള പാസ്സാണ്. അത് എങ്ങനെയാണത് സംഭവിക്കും? ഇനി മെസ്സിയുടെ ഗോളുകൾ നിങ്ങൾ നോക്കുക, എത്ര മനോഹരമായ ഗോളുകളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഗോളിയായി നിന്നാൽ പോലും മെസ്സിയുടെ ചില കിക്കുകൾ തടുക്കാൻ പറ്റില്ല. എന്തായാലും ഇന്ന് കോഴിക്കോടിൻ്റെ ആരവങ്ങൾക്കൊപ്പം ആയിരിക്കുമല്ലോ ഇന്ന് കളിയാണെന്ന്. തീർച്ചയായും. അല്ല, ഞാൻ സ്ഥിരം കാണുന്നത് ഒരു സൈലൻ്റ് ഏരിയയിലാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കോളേജിലൊക്കെ പഠിച്ച നമ്മളെ ചില സുഹൃത്തുക്കൾ. പക്ഷേ അതോടൊപ്പം ഇന്ന് റഹ്മാൻ ബസാറിലെ അബ്ദുറഹ്മാൻ പാർക്കിലൊന്ന് പോയി ഒന്ന് കണ്ടിട്ട് കളി മറ്റേ സ്ഥലത്ത് നിന്ന് സ്ഥിരം കാണുന്നിടത്ത് തന്നെ കാണും. അതെ, തീർച്ചയായും അത് തന്നെയാണ്. PA മുഹമ്മദ് റിയാസിനോടൊപ്പം ഉള്ള അർജന്റീന ആരാധകർ ആ ഒരു മെസ്സിയുടെയും അർജന്റീനയുടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത്. ക്യാമറമാൻ ഇക്ബാലിനോടൊപ്പം അരുൺ PJ, കോഴിക്കോട്.